പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ വെറുതെ നമ്മുടെ മിഷൻ ഒരു യാത്ര നാഗാലാൻഡിലെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങാൻ ദൈവം അതിനുള്ള കൃപ നമ്മുടെ മിനിസ്ട്രിക്ക് തന്നു. അപ്പോൾ 2 പ്രാവശ്യം യാത്രകളിൽ ഇപ്രാവശ്യം യാത്രയിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് എന്ന് വരുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിൽ വെച്ച് എൻ്റെ അടുത്ത് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ സന്തോഷവാനായിരുന്നു. കോട്ടയത്തുകാരനാണ് ആ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അപ്പം ആ കേന്ദ്ര ഉദ്യോഗസ്ഥൻ കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ഹൃദയം കുറച്ച് തുറന്നപ്പോൾ ആളെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം കിട്ടി. ആള് പെട്ടെന്ന് മൊബൈൽ എടുത്തുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സഹോദര ഈ മൊബൈൽ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണേ? അപ്പം പറയുകയാണ്, സഹോദര ഞാൻ എൻ്റെ അമ്മയ്ക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കുക. വിചാരിച്ച അമ്മയ്ക്ക് പൈസ ഇപ്പം നമ്മൾ നാട്ടിലേക്കല്ലേ നിങ്ങൾ പോകുന്നത്, ജോലി ചെയ്യുന്ന ലീവിന് നാട്ടിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ലീവിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് നേരിട്ടങ്ങ് കൊടുത്താൽ മതിയില്ലേ? അത് പറ്റില്ല എൻ്റെ ബ്രദറെ. എന്നാ സംഭവം ചോദിച്ചു. കാരണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് ആകെ ഒരു മോനാണ് ഞാനുള്ളത്. പക്ഷെ എൻ്റെ അമ്മ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അമ്മ തൃശ്ശൂരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കോട്ടയത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അമ്മയെ സഹായിക്കുന്നത് എൻ്റെ മൊബൈലിൽ നിന്നും ഞാൻ ആ അമ്മയ്ക്കുള്ള ആ പൈസ മാസം അയക്കുന്നത്, അത് അയച്ച സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുമല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഭാര്യ കണ്ടാൽ പിന്നെ എൻ്റെ ഈ ലീവ് കുട്ടിച്ചോറായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു ഗസറ്റഡ് റാങ്ക് നിലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാണ്. സ്വന്തം അമ്മയെ നോക്കാൻ ഭയം. ആള് പച്ചപ്പാവ. ഞാൻ നോക്കിയപ്പം ആള് പച്ചപ്പാവാണ്. സ്വന്തം അമ്മയെ ഒരുമിച്ച് നിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു പറയാനാ, അമ്മയെ കൂട്ടി നിർത്താൻ ഭാര്യയ്ക്ക് താല്പര്യമില്ല. എന്നാൽ ഭാര്യക്ക് വീട്ടുകാരോടൊപ്പം നിൽക്കാനൊക്കെ കുഴപ്പമില്ല, അവൻ ഭാര്യയുടെ അപ്പനും അമ്മയൊക്കെ നിൽക്കാം. പക്ഷെ ഈ അമ്മയെ ഒരുമിച്ച് നോക്കാൻ ഒരു വചനം പറയുകയാണ്. പ്രഭാഷകൻ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനം പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മൾ സുരക്ഷിതരായി മാറ്റണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്ന് അടുത്ത വചനം പറയുകയാണ്. എന്നാ പറയുന്നത്? മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. എന്ന് പറയുന്നത് അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവ് പറയാണ്. പിന്നെ 4-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ. ഒരു പെറ്റ വയറിന് ഒന്ന് പൈസ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല, മറിച്ച് ഒരു പൈസ പോലും അയച്ചു കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ സാത്താൻ ബന്ധിച്ചിരിക്കുക അമ്മ. ഹല്ലേലൂയ. ആ ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥന്റെ നിഷ്കളങ്കമായ ഞാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കരയാൻ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ അമ്മേനും വേണം, എൻ്റെ ഭാര്യയും വേണം, എനിക്ക് എൻ്റെ മക്കളെയും വേണം. ബ്രദറെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എത്രമാത്രം പഠിച്ച് ഈ നോർത്ത് ഈസ്റ്റിൽ ഞാൻ ഇത്രയും വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി എനിക്ക് നാട്ടിലേക്ക് ലീവ് വരുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് കാണാം, അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഭാര്യ എന്ന് അറിഞ്ഞാൽ കുടുംബം പ്രശ്നമായി മാറാം. എന്നിട്ട് അയാള് പൈസ അയച്ചു കൊടുക്കുന്നു, അത്രയൊരു എമൗണ്ട് കൂട്ടുകാരൻ അയച്ചു കൊടുക്കുന്നു, കൂട്ടുകാരൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചു, അമ്മേ പൈസ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ തിരിച്ച് അമ്മ പറയാണ്, മോനെ നീ 1 കൊല്ലത്തിന് ശേഷമാണോ നീ വരുന്നത്, എനിക്ക് നിന്നെ ഒന്ന് കാണണടാ. അമ്മ അത് എങ്ങനെയാ പറ്റുക? അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വരാം. അമ്മ ഒറ്റയ്ക്ക് അവിടുന്ന് ഇത്രയും ദൂരം, അത് കുഴപ്പമില്ല, ഒരു ഓട്ടോറിക്ഷക്കാരനെ ഞാൻ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഏത് പാതിരാത്രി ആണെങ്കിലും ഞാൻ വന്ന് നിൽക്കാം, എനിക്ക് എന്റെ പൊന്നുമോനെ കാണണം. തിരിച്ചു പറഞ്ഞു, അമ്മേനെ എനിക്കൊന്ന് കാണണം. അവിടെ ഈ ഭാര്യ വിളിച്ചു, ചേട്ടായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എപ്പോഴും എത്തുക? അപ്പൊ പറഞ്ഞു, നീ ഇത്രയും ഇതാവണേ, ഞാൻ അവിടെ എത്തും.
അപ്പൊ ഞങ്ങൾ എപ്പോഴെത്തണ്ട ആ ടൈം, വണ്ടിയുടെ ടൈം അനുസരിച്ച് ഞങ്ങൾ അറിയിക്കുക. അല്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്നാ മതിയോ? ആ സമയം ചേട്ടായി അങ്ങോട്ട് വരുമോ? അപ്പൊ ആള് പറയുന്നത്, നീ നിന്റെ വീട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഞാൻ ഒന്ന് തൃശ്ശൂർ കഴിയട്ടെ. അങ്ങനെ ആ ഫോൺ അവിടെ കട്ടാവുന്നു. പറയും, ബ്രദറെ, പെറ്റ വയറാത്, പെറ്റ അമ്മയാ, ആകെ ഒരു മോനാ ഞാനുള്ളത്. എൻ്റെ അപ്പൻ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ച് പോയി. ആ ഒരു മോൻ എന്നെ പഠിപ്പിച്ചുണ്ടാക്കി. ഇന്ന് ഞാനൊരു ഗസറ്റ് റാങ്ക് ഉദ്യോഗസ്ഥനായി എനിക്ക് എൻ്റെ സ്വന്തം അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റില്ല. എനിക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കളെ മാറ്റി എനിക്ക് അവളെ മാറ്റിക്കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം. അപ്പൊ എൻ്റെ കുടുംബം നശിച്ചു പോവും. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, വേണ്ട മോനെ, ഞാൻ വരുന്നില്ല, ഞാനവിടെ ഒറ്റയ്ക്ക് ഇത്രയും 100 കിലോമീറ്റർ അപ്പുറം ഞാൻ താമസിച്ചോളാം. മോനെ, നീ പൈസ അയച്ചില്ലെങ്കിൽ കുഴപ്പമില്ലടാ. നിങ്ങളൊക്കെ ഞാൻ വളർത്തിണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ പലവിധ കൂലിപ്പണികൾ ചെയ്തിട്ടാ നിന്നെയൊക്കെ വളർത്തി പഠിപ്പിച്ചുണ്ടാക്കിയത്. നീ പൈസ തന്നില്ല, എനിക്ക് ജീവിക്കാനൊക്കെ പറ്റും. എനിക്ക് 65 വയസ്സാണല്ലോ, നീ പേടിക്കൊന്നും വേണ്ട, എനിക്ക് നിൽക്കാനൊക്കെ സാധിക്കും. പക്ഷെ അവൻ അമ്മയ്ക്ക് പൈസ വെച്ച് കൊടുക്കുക. അവൻ തൃശ്ശൂർ, ഞാനും തൃശ്ശൂര് ഇറങ്ങേണ്ടവരാ. ഞങ്ങളും മിഷൻ പ്രദേശത്തേക്ക് പോയി തൃശ്ശൂർ ഇറങ്ങേണ്ടവരാ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ അമ്മയെ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അമ്മ കാത്തു നിൽക്കുന്ന മകന്റെ മുഖം കാണാൻ നിൽക്കുന്ന അമ്മയുടെ മുഖവും, അല്ലെങ്കിൽ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന മകന്റെ മുഖവും ഞാൻ നോക്കണം. ആ നിഷ്കളങ്കനായ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ആ ഇരിപ്പ് കണ്ട് നോക്കണം. എൻ്റെ ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുക. മഹാവ്യാധി, മഹാമാരി, കൊറോണ വലിയ കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പലപ്പോഴും സ്വന്തം മാതാപിതാക്കന്മാരെ ഒരുമിച്ച് ഇരുന്ന് ഒന്ന് ഭക്ഷിക്കാനോ ഒരുമിച്ച് താമസിക്കാനോ അവർക്ക് ഒരുപാട്, പ്രഭാഷകന്റെ വചനം പറയുന്നത് 3-ാം തീയതി പറഞ്ഞിട്ട്, അവർക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം, ഒരുപാട് അറിവ് ഇല്ലാതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ 9 മാസം നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ, അല്ലെങ്കിൽ നിന്നെ വളർത്തിയ നിന്റെ അപ്പൻ അവരെ കരയിപ്പിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ, നിന്നെ ശപിച്ചു വീണ് കഴിഞ്ഞാൽ നീ തകർന്നു പോവും. ദൈവമക്കളെ, നിങ്ങൾ എത്ര വളർന്ന, അല്ലെങ്കിൽ എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികളായിക്കോട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികൾ, എത്ര സമ്പത്തുകളായിക്കോട്ടെ, നിന്റെ മാതാപിതാക്കന്മാരെ കരയിച്ചു കൊണ്ടുള്ള നിന്റെ ഈ ഒരു യാത്രയുണ്ടല്ലോ, നീ എത്ര നിക്ഷേപം ഭൂമിയിൽ കൂട്ടിവെച്ചാലും നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ മക്കളുണ്ട്. അത് എത്ര മക്കളുണ്ടായാലും, 1,000 10,000 മക്കളുണ്ടെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മൂമ്മയെ, ഗ്രാൻഡ് മദറെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ഉത്തരം നമുക്ക് തരും. എൻ്റെ ദൈവമക്കളെ, നീ എത്ര വല്ല പ്രാർത്ഥനക്കാരനായിക്കോട്ടെ, എത്രമാത്രം നീ ഉപവസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്തൊക്കെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ നിന്റെ കുടുംബത്തെ മറന്നുകൊണ്ട് നിങ്ങളുടെ യാത്ര, ആ മനുഷ്യന്റെ എനിക്കറിയാം, ആ മനുഷ്യൻ എന്താ ചെയ്യണേ എന്നൊരു ഉത്തരം പോലും കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അമ്മയെ ഉപേക്ഷിക്കണോ, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കണോ, മക്കളെ ഉപേക്ഷിക്കണോ, ഇല്ലേ, രണ്ടിനും നടുക്കടലിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ് സമ്മാനം കൊടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഞങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പയ്യെ ഗ്രാജുവലായി നമുക്ക് അവരുടെ കുടുംബത്തെ വീണ്ടും ദൈവത്തിൽ ഉദ്യമിക്കാനും ആ അമ്മച്ചിയോട് ഒരുമിച്ച് താമസിക്കാനുള്ള ദൈവത്തിന് കൃപ നിറയാനും അതിനെ ഞങ്ങൾ പറഞ്ഞു ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദൈവമക്കളെ, അത് നിന്റെ പേരൻസിന്, നിന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണീര് വീടും കൊണ്ട് ഒന്നും വേണ്ടാതെ ഈ ഭൂമിയിൽ അധികം ആയുസൊന്നും നിങ്ങൾക്ക്, എനിക്ക് വലിയൊരു മിഷൻ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നാഗാലാൻഡിലെ കോഹിമയ്ക്ക് അപ്പുറം സാധ്യമാ 2ാം ലോക മഹായുദ്ധത്തിന്റെ സമാപനത്തിന് ആയിരക്കണക്കിന് വ്യക്തികൾ, ജപ്പാൻ സൈന്യം, ബ്രിട്ടൻ സൈന്യം, ഇന്ത്യക്കാരൊക്കെ മരിച്ചുകൊണ്ട് മണ്ണിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു അനുഭവമായിട്ട് ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു അനുഭവം, മഹായുദ്ധത്തിന്റെ ഒരു അനുഭവം ഞാൻ കണ്ട് അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാ. ദൈവം മക്കളെ, മാതാപിതാക്കന്മാരെ കരയിക്കരുതേ. ആമേൻ.